ഹായ് ഫ്രണ്ട്സ്, ഹോം ഫ്ലേവേഴ്സ് കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കപ്പഴ പുളിശ്ശേരിയാണ്. സാധാരണ മാമ്പഴം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ, അതിന് പകരം ചക്കപ്പഴം കൊണ്ടാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്കിതിനായി ആവശ്യമുള്ളത് ചക്കപ്പഴം കുരു കളഞ്ഞത് 8-10 എണ്ണം, തൈര് 1 കപ്പ്, തേങ്ങ ചിരകിയത് അരമുറി, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, പച്ചമുളക് 3 എണ്ണം, വെളുത്തുള്ളി 5 അല്ലി, വെളിച്ചെണ്ണ ആവശ്യത്തിന്, കടുക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക്, കറിവേപ്പില, ഉള്ളി, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കിത് തയ്യാറാക്കാം. അതിനായി നമ്മൾ എടുത്തിരിക്കുന്ന കലത്തിലേക്ക് ചക്കപ്പഴം, പച്ചമുളക്, ഉപ്പ് എന്നിവയിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വേവിക്കുക. അത് വേകുന്ന സമയത്ത് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി നമ്മൾ എടുത്തു വെച്ച തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, ജീരകം എന്നിവ അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ വേകാൻ വെച്ചിരുന്ന ചക്കപ്പഴം നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ അരപ്പ് ചേർത്തിളക്കാം. ഒന്ന് തിള വരുമ്പോൾ തീ കുറച്ച് എടുത്തു വച്ചിരിക്കുന്ന തൈര് ചേർത്ത് ഇറക്കി വയ്ക്കുക. ഇനി ഇതിലേക്ക് കടുക് താളിച്ചെടുത്താൽ സ്വാദിഷ്ടമായ ചക്കപ്പഴ പുളിശ്ശേരി തയ്യാർ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.